ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ഭഗവാൻ ഇന്നും നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ ഒരു ശുഭദിനത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഭഗവാൻ അർജുനും ഭഗവാനോടും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുകുരഹോർരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകദൃക്പ്രദാം സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വംദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദപാഠായ പ്രേമവർഷക്ഷരായതേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിഷ്ഠാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. അസാധു സാധുദാദായൻ അതിനിച്ഛോച്ചതാകര ഹാനാമുഞ്ച കഥാചിന്മാം പ്രേംനാ ഹൃത്കണ്ഠയോ സ്പൃഹ. ग्रंथराज श्रीमद् भागवतम की जय. सोऽसावदभ्रकरुणो भगवान् विवृद्ध प्रेमस्मितेन नयनां बुरुहं विजृम्भन् उत्थाय विश्वविजयाय चनो विषादम् माध्वा गिरापयपनयतात् पुरुषः पुराणः. ग्रंथराज श्रीमद् भागवतम की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. अनंत कोटि वैष्णव वृंद की जय. बोल. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഭഗവാന്റെ മറുപടി അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം 34-ാമത് ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാനാകർമ്മവിതാനേന പ്രജാബഹ്വീ സൃക്ഷതഃ നാത്മാവസീദത്യ സ്മിംസ്തേ വർഷേണ്യാൻ മദനുഗ്രഹ
താങ്കൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനും സേവന വിധയം വികസിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അക്കാര്യത്തിൽ ഒരിക്കലും മാറ്റം വരുത്തരുത്. നിങ്ങൾക്ക് മേലുള്ള എൻ്റെ അകാരണമായ കാരുണ്യം എല്ലാ സമയത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സൃഷ്ടി എന്ന് പറയുന്ന ആ പ്രക്രിയ നമുക്കറിയാം രജോ ഗുണത്തിന്റെ അധീനതയിലുള്ളതാണ്. അപ്പൊ രജോ ഗുണത്തിന്റെ അധീനതയിലുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഭൗതികപരമായ മാലിന്യങ്ങളൊന്നും താങ്കളെ ബാധിക്കാതെ അതിന് വേണ്ടുന്ന ഭഗവാന് അതിന് സഹായകമാകുന്ന എല്ലാ കാരുണ്യവും ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും എന്നിവിടെ പറയുകയാണ് ഭഗവാൻ. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചെറിയ ഹരേഷ്ണ ഞാൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ശ്രീ പ്രഭാഷി. ഒരു പരിശുദ്ധ ഭക്തൻ കാലത്തിന്റെയും വസ്തുവിന്റെയും പരിതസ്ഥിതിയുടെയും പ്രത്യേകതകളും വസ്തുതകളും മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തന്മാരുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ നാനാരീതികളിൽ ശ്രമിക്കും. അതീയ സേവനത്തിന്റെ അത്തരം വർധനകൾ ഭൗതികതാവാദികളെ സംബന്ധിച്ച് ഭൗതികമായി തോന്നിയേക്കാം. എന്നാൽ അത്തരം വർധനകൾ എല്ലാം ഭഗവാനോടുള്ള ഭക്തന്റെ അഹൈതുകമായ കാരണത്താൽ സംഭവിക്കുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഹരേ കൃഷ്ണ ഭക്തനോടുള്ള ഭഗവാന്റെ അഹൈതുകമായ കാരണം തിരിച്ചാ വായിച്ചത്. ഭക്തനോടുള്ള ഭഗവാന്റെ അഹൈതുകമായ കാരണത്താൽ സംഭവിക്കുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഭൗതിക പ്രവർത്തനങ്ങളായി തോന്നിച്ചേക്കാമെങ്കിലും അവയെല്ലാം പരമോന്നതന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ശക്തികളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മള് ഒരു ചെറിയൊരു കാര്യമായി നമ്മള് ഭാഗവതം ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവ ഗുരു പ്രണാം മന്ത്ര മംഗളാചരൺ ഫുൾ ചൊല്ലിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. പിന്നെ ഓരോരുത്തർ ചൊല്ലുമ്പോൾ പിന്നെ അത് ഓം നമോ ഭഗവതേ വാസുദേവ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ശിലപ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ഭാവാർത്ഥത്തില് വളരെ ഇതൊരു സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും നമുക്ക് ഇത് പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവാന്റെ തീർച്ചയായിട്ടും അഹൈതുകമായ കാരുണ്യം എല്ലാത്തിനും വേണം. ബ്രഹ്മദേവനാണെങ്കിലും ഇവിടെ സൃഷ്ടി സഞ്ചാലനത്തിനും അതുപോലെ തന്നെ അതിന്റെ ഇഫക്റ്റ് ഒന്നും അദ്ദേഹത്തിന് വരാതിരിക്കാനും അവിടെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നതെന്ന് തോന്നുന്നു. യെസ്, നെക്സ്റ്റ് ശ്ലോകത്തിൽ അതേക്കുറിച്ച് വരുന്നത്. കാരണം ഇതിന്റെ ഇമ്പാക്റ്റ്, ഇതിന്റെ ഇഫക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹം നടത്തിയിരുന്നു. സോ അതിന്റെ ഫലമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികരണമാണ് ഭഗവാനോട് നൽകുന്നത്. സോ ഒരു പരിശുദ്ധ ഭക്തൻ കാലത്തിന്റെയും വസ്തുവിന്റെയും പരിതസ്ഥിതിയുടെയും പ്രത്യേകതകളും വസ്തുതകളും മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തന്മാരുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ നാനാരീതികളിൽ ശ്രമിക്കും. അപ്പോൾ ഒരു പരിശുദ്ധ ഒരു ഭഗവാന്റെ ഭക്തനാകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ട. എങ്ങനെ? അതായത് ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് അൾട്ടിമേറ്റ് ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. കാരണം കാലത്തിന്റെയും വസ്തുവിന്റെയും പരിതസ്ഥിതിയുടെയും പ്രത്യേകതകളും വസ്തുതകളും മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തന്മാരുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ നാനാരീതികളിൽ ശ്രമിക്കും. സോ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനുള്ള എഫേർട്ട് എടുക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതീന്ദ്രിയ സേവനത്തിന്റെ അത്തരം വർധനകൾ ഭൗതികവാദികളെ സംബന്ധിച്ച് ഭൗതികമായി തോന്നിയേക്കാം. എന്നാൽ അത്തരം വർധനകളെല്ലാം ഭക്തനോടുള്ള ഭഗവാന്റെ അഹൈതുകമായ കാരണത്താൽ സംഭവിക്കുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഭൗതിക പ്രവർത്തനങ്ങളായി തോന്നിച്ചേക്കാമെങ്കിലും അവയെല്ലാം പരമോന്നതന്റെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ശക്തികളാണ്. സോ അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഭക്തന്മാരെ വർദ്ധിപ്പിക്കുന്നതിനുള്ള. സോ അടുത്ത ഒരു പ്രാർത്ഥന, അടുത്ത ഭഗവാന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിൽ പ്രവർത്തിക്കുന്ന, അതായത് നോക്കുമ്പോൾ അതൊരു ഭൗതികപരമായ ആക്ടിവിറ്റി ആയിട്ട് തോന്നാം. നമ്മൾ പറഞ്ഞു ഇപ്പൊ രജോ ഗുണം, സൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പൊ ബ്രഹ്മാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ
നമ്മളുമായിട്ടും കമ്പയർ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ട് അതിനുള്ള റെസ്പോൺസ് ഭഗവാൻ നൽകുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ കൂടിയുള്ള ഒരു റെസ്പോൺസ് ആണ്. നമ്മളും അതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും അതേ രീതിയിലുള്ള റെസ്പോൺസ് ഭഗവാൻ നൽകുന്നതാണ്. അപ്പോൾ നമ്മളുടെ സ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മൾ പ്രീച്ചിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരിക്കലും അതൊരു ഭൗതികപരമായ കാര്യം. ഇവിടെ ബ്രഹ്മദേവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുകയാണ്. അത് ഭൗതികപരമായ ഒരു പ്രവൃത്തിയാണ് ആക്ടിവിറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷെ അവിടെ ഭഗവത് ഭക്തന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ സൃഷ്ടിക്കുന്ന എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ സേവകനാകണം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ തത്വം. അപ്പോൾ ആ ഒരു നിലയിൽ നോക്കിയാൽ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് ബ്രഹ്മദേവനും ചെയ്യുന്നത്. സോ അതിനെ ഭൗതികപരമായ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് എക്സ്റ്റേണൽ സെൻസസ് കൊണ്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അതൊരു ആധ്യാത്മികപരമായ അല്ലെങ്കിൽ അതീന്ദ്രിയമായ പ്രവൃത്തികൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവയെല്ലാം പരമോന്നതന്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ശക്തികളാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ശ്ലോകം 35. ഋഷിമാദ്യം ന ബധ്നാതി പാപീയാം സ്ത്വാം രജോ ഗുണഃ യന്മനോമയി നിർബന്ധം പ്രജാ സംസൃജതോപി തേ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദരുടെ ശിൽപ്രഭുപാദ് കി ജയ. താങ്കൾ യഥാർത്ഥ ഋഷിയാകയാൽ വിവിധ സന്തതി പരമ്പരകളെ ഉൽപ്പാദിപ്പിക്കുന്ന കർമ്മത്തിൽ വ്യാപൃതനായിട്ടും താങ്കളുടെ മനസ്സ് എന്നിൽ ദൃഢമായിരിക്കുന്നു. ആസക്തിയുടെ ക്രൂരതകൾ ഒന്നും താങ്കളുടെ മേൽ ഒരിക്കലും കടന്നുകയറ്റം നടത്തുകയില്ല. സോ ഇത് ഗ്യാരണ്ടി, ഭഗവാൻ നൽകുന്ന ഗ്യാരണ്ടിയാണ്. പറഞ്ഞു ഇവിടെ വിവർത്തനത്തിൽ അത് ആ ഒരു ശബ്ദം ഉപയോഗിക്കുന്നില്ല എന്ന ശബ്ദം, അതായത് രജോ ഗുണ എന്ന് പറയുന്നതിന് ഭൗതികമായ ആസക്തി എന്ന ഒരു അർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്തത്. സോ അവിടെ പാപിയാം സ്ത്വാം രജോ ഗുണ, പാപിയാം സ്ത്വാം രജോ ഗുണ. അപ്പൊ അത് ആ രജോ ഗുണം എന്ന് പറയുന്നതിന്റെ അറ്റാക്ക് ഉണ്ടാവുന്നതിൽ നിന്ന് ബ്രഹ്മദേവന് പ്രൊട്ടക്ഷൻ ഭഗവാൻ നൽകുകയാണ് ചെയ്യുന്നത്. മുമ്പ് പറഞ്ഞ പോലെ സൃഷ്ടി എന്ന് പറയുന്നത് രജോ ഗുണത്തിന്റെ ഭാവത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഹരേ കൃഷ്ണ. ആരുടെയോ അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. സോ അപ്പം രജോ ഗുണത്തിന്റെ ഭാവത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസിലാണ് സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. എങ്കിലും ഇവിടെ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, താങ്കൾ യഥാർത്ഥ ഋഷി ആകയാൽ. എന്താണ് യഥാർത്ഥ ഋഷി ആകയാൽ എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാവവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ഋഷി തുല്യമാണ്. കാരണം എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഋഷി ആകയാൽ എന്ന് ഇവിടെ ഭഗവാൻ പ്രതിപാദിക്കുന്നത്. വിവിധ സന്തതി പരമ്പരകളെ ഉൽപ്പാദിപ്പിക്കുന്ന കർമ്മത്തിൽ വ്യാപൃതനായിട്ടും താങ്കളുടെ മനസ്സ് എന്നിൽ ദൃഢമായിരിക്കുന്നു. സോ അതാണ് പറയുന്നത്. സോ യഥാർത്ഥ ഋഷി എന്ന് പറയുമ്പോൾ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തികൾ ചെയ്താലും ഭഗവാനിൽ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഋഷി തുല്യനായിരിക്കുന്നു, ഋഷിയായിരിക്കുന്നു. ആസക്തിയുടെ ക്രൂരതകളൊന്നും. ചാപ്റ്റർ എത്ര ആയത്? 3 39 ബ്രോ, 39 9-ാം അധ്യായം 9:35. സോ ആസക്തിയുടെ ക്രൂരതകളൊന്നും താങ്കളുടെ മേൽ ഒരിക്കലും കടന്നുകയറ്റം നടത്തുകയില്ല. സോ ആസക്തി എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്, അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അല്ല, ഡിറ്റാച്ച്മെന്റ് വേറെ ക്ലാസ്സിലാണ്. സോ എനിവേ ഇവിടെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. എനിക്ക് ഇങ്ങനെയുള്ള അനാവശ്യമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ എനിക്കുണ്ടാവണം എന്ന ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയാണ് ഇവിടെ ഭഗവാൻ കേൾക്കുന്നത്. താങ്കൾക്ക് മേൽ ഒരിക്കലും കടന്നുകയറ്റം നടത്തുകയില്ല എന്നൊരു ഗ്യാരണ്ടി ഭഗവാൻ ഇവിടെ നൽകുകയാണ് ചെയ്തത്. ഭാവാർത്ഥം വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നത്? ഹരേ കൃഷ്ണ. ഞാനാ പ്രഭു. ഭാവാർത്ഥം. ഇതേ ഉറപ്പ് 2-ാം ഖണ്ഡം 9-ാം അധ്യായം 36-ാം ശ്ലോകത്തിലും ഭഗവാൻ ബ്രഹ്മാവിന് നൽകുന്നുണ്ട്. ഭഗവാനാൽ
അത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടതിനാൽ ബ്രഹ്മാവിന്റെ എല്ലാ പദ്ധതികളും ആസൂത്രണങ്ങളും ച്യുതിരഹിതങ്ങളായി. 10-ാം ഖണ്ഡത്തിൽ കണ്ടതുപോലെ ചില സമയങ്ങളിൽ ബ്രഹ്മാവ് ആശയക്കുഴപ്പത്തിൽ കാണപ്പെട്ടെങ്കിലും ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ പ്രവർത്തനങ്ങളാലായിരുന്നു ആ ആശയക്കുഴപ്പങ്ങൾ. അതും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ സേവനത്തിലുള്ള കൂടുതൽ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. അർജുനനും ഇതേപോലെ ആശയക്കുഴപ്പത്തിൽ കാണപ്പെട്ടിരുന്നു. ഭക്തന്മാരുടെ അത്തരം കുഴപ്പങ്ങളെല്ലാം തന്നെ അവർക്ക് ഭഗവാനെ കൂടുതൽ അറിയാൻ വേണ്ടി പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സോ അപ്പൊ ഇവിടെ ശിവപ്രഭാത് പറഞ്ഞ ഇതേ ബ്ലെസ്സിങ്സ് ഭഗവാൻ ബ്രഹ്മദേവൻ ഓൾറെഡി 2-ാമത്തെ സ്കന്ധത്തിൽ നൽകുന്നുണ്ട്. അവിടെയും ബ്രഹ്മദേവന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടതാണ്. സോ അവിടെ വെച്ചും ഭഗവാൻ ഈ ഒരു അനുഗ്രഹം നൽകുന്നുണ്ട്. അപ്പോ അതായത് ബ്രഹ്മദേവന്റെ തപസ് അനുഷ്ഠിച്ചതിന് ശേഷമുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ശിലപ്രഭാത് പറയുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ പദ്ധതികൾക്കും എല്ലാ ആസൂത്രണങ്ങൾക്കും എല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ച്യുതിരഹിതമാണ്. അതായത് തെറ്റുകളില്ലാത്ത പ്രവൃത്തികളാണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സൃഷ്ടികളാണ് അദ്ദേഹം നടത്തിയത്. 10-ാം ഖണ്ഡത്തിൽ കണ്ടതുപോലെ ചില സമയങ്ങളിൽ ബ്രഹ്മാവിന് ആശയക്കുഴപ്പമാണ്. എന്താണ് ബ്രഹ്മാവിന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്? 10-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് എന്താണ്? എന്താണ് ബ്രഹ്മാവിന് മോഹന ലീല. കറക്റ്റ്. ഹരേ കൃഷ്ണ. കറക്റ്റ്. അതായത് ബ്രഹ്മവിമോഹന ലീല നമുക്കറിയാം. അവിടെ വെച്ച് ബ്രഹ്മദേവന് ഭഗവാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഈ കൊച്ചു ബാലനെ പോലെ, അല്ലെങ്കിൽ കൊച്ചു ബാലൻ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ കുട്ടികളുമായി കൂട്ടുകാരുമായി കളിച്ച് രസിച്ച് നടക്കുന്ന ഈ വ്യക്തി തന്നെയാണോ സാക്ഷാൽ ഭഗവാൻ എന്നൊരു തോന്നൽ ബ്രഹ്മദേവനുണ്ടായി. അങ്ങനെ ഉണ്ടായ തോന്നലിൽ ബ്രഹ്മാവ് ചില പ്രവൃത്തികൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന അർജുനനും അതുപോലുള്ള ചില സമയങ്ങളിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് അർജുനനും പോകുന്നുണ്ട്. ഭഗവത്ഗീത ഉണ്ടാവാനുള്ള കാരണം. സോ അത് എന്താണ് പർപ്പസ് എന്താണെന്ന് കൂടെ ഇവിടെ ശിലപ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ അറിയാം നമുക്ക്. അർജുനനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ കാരണം ഭഗവത്ഗീത വീണ്ടും പറയണമെന്നുള്ള ഭഗവാന്റെ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ സന്തത സഹചാരിയായ അർജുനന് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ബ്രഹ്മാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബ്രഹ്മാവ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം ഇവിടെ ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഭഗവാൻ തന്നെ പറയുകയാണ്, താങ്കൾ യഥാർത്ഥ ഋഷിയാണ്, താങ്കൾ യഥാർത്ഥ ഋഷി ആകയാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താങ്കളുടെ മനസ്സ് എന്നിൽ ദൃഢമായിരിക്കുന്നു. ഭഗവാന്റെ ചിന്തയിൽ പൂർണ്ണമായും നിമഗ്നനായ ഒരു വ്യക്തിയാണ് ബ്രഹ്മദേവൻ. ഭഗവാനെ നേരിട്ട് കണ്ട് ബ്രഹ്മസംഹിത എന്ന പ്രാർത്ഥന ഭഗവാന്റെ മുന്നിൽ ചൊല്ലിയ വ്യക്തിയാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ എങ്ങനെ ഇതുപോലെ സിറ്റുവേഷനിലേക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത, അതാണ് പറയുന്നത്. അതിൽ ഭഗവാന്റെ ഒരു ഉദ്ദേശമാണ്. ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിലുള്ള കൂടുതൽ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. സോ ഇറ്റ് ഈസ് ഫോർ ബെറ്റർമെന്റ്. അദ്ദേഹം ചെയ്യുന്ന സർവീസിൽ ഒരു ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈവൻ നമ്മൾക്ക് പോലും ഇവിടെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടുന്ന വേദനകൾ അത് ഭഗവാനിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള പർപ്പസ് ആയിട്ട് മാറണം. സോ ഇപ്പം ബ്രഹ്മദേവനെ സംബന്ധിച്ച് പറഞ്ഞാലും ഈവൻ ഇന്ദ്രദേവനെ സംബന്ധിച്ച് പറഞ്ഞാലും ഭഗവാൻ കൊടുക്കുന്ന പരീക്ഷണം, ആ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോറി പാസ്റ്റ് നമുക്കറിയാം. ഗോവർദ്ധന ലീലയുടെയും ബ്രഹ്മവിമോഹന ലീലയും അതുപോലുള്ള കാര്യങ്ങൾ ഭഗവാൻ നൽകുമ്പോൾ അവരുടെ റെസ്പോൺസ് നമ്മൾ അറിയണം. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യും? നമ്മളുടെ ഈഗോ വീണ്ടും ഹേർട്ട് ആവത്തേ ഉള്ളൂ. ഇന്ദ്രദേവനത് ഹേർട്ടായി, പക്ഷെ അവരതിനെ റിയലൈസ് ചെയ്തു. ബ്രഹ്മദേവൻ ഉടൻ തന്നെ പറയുന്നതനുസരിച്ച് ഇന്ദ്രദേവൻ ഉടൻ തന്നെ സുരഭി പശുവിനെയും കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് പാലെടുത്ത് ഭഗവാൻ, കാരണം അവിടെ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. സോ നമ്മളാണെങ്കിൽ അവിടെ വീണ്ടും ഭഗവാനെ ഫേസ് ചെയ്യാൻ ഒരു പക്ഷെ മടിച്ചേക്കും. സോ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതെ ഭഗവാനിലേക്ക് ശരണം പ്രാപിക്കുന്നതിനുള്ള
നമ്മളുടെ ആ, നമ്മളുടെ വിമുഖത കാണിക്കരുത്, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ. സോ ആ സിറ്റുവേഷൻ ഉണ്ടായി എങ്കിലും ബ്രഹ്മദേവനാണെങ്കിലും ഇന്ദ്രദേവനാണെങ്കിലും ആ സിറ്റുവേഷനിൽ അവർ പിന്നീട് ലാസ്റ്റിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, റിയാലിറ്റിയെ മനസ്സിലാക്കിയതിനു ശേഷം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളും റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കുന്നു. നമ്മൾ വി അണ്ടർസ്റ്റുഡ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഭഗവത് ധാമിൽ എത്തുകയാണ്. ഭഗവാൻ കൃഷ്ണനാണ് പരമം ദിവ്യോത്തമ പുരുഷൻ. ഡിഡ് വി റിയലൈസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി? നമ്മളതിനെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമ്മളതിനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചോ ഇതുവരെയും? നോ, വി ആർ സ്റ്റിൽ ഓൺ ദ സെയിം പേജ്. ഓക്കെ, മേ ബി ലിറ്റിൽ ബിറ്റ് ബെറ്റർ എന്ന് നമുക്ക് പറയാം, എങ്കിലും ലോട്ട് ടു ഗോ. നമുക്ക് ഒരുപാട് ഇനിയും സഞ്ചരിക്കാനുണ്ട്. സോ ഇതുപോലുള്ള സിറ്റുവേഷൻസ്, പാസ്റ്റ് ടെൻസ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ അതിനെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. ബ്രഹ്മദേവനും ഇന്ദ്രദേവനും ഒക്കെ തെറ്റുകൾ സംഭവിച്ചു. ഇവൻ അർജുനനും തെറ്റ് സംഭവിച്ചു. അർജുനന് തെറ്റ് സംഭവിക്കാൻ പാടില്ല, പക്ഷെ ഭഗവാൻ അറേഞ്ച്മെന്റ്സ് കാരണം. സോ അങ്ങനെ തെറ്റ് സംഭവിച്ചു എങ്കിൽ പക്ഷെ അവര് ആ തെറ്റിനെ തിരുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ അഡ്വാൻറ്റേജ്. നമുക്കും തിരുത്താനുള്ള അവസരങ്ങൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുക സ്റ്റിൽ. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഒരു അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ഓഫറിങ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. എത്ര പേര് ഓഫറിങ് സ്റ്റാർട്ട് ചെയ്തു? ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നേരത്തെ ഓഫർ ചെയ്യുന്നവരൊക്കെ, അതായത് നേരത്തെ ഭഗവാന്റെ നിവേദ്യം അർപ്പിച്ചുകൊണ്ട് ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസും ഷെൽട്ടർ ഡിവോട്ടീസും അത് ചെയ്യണം. അതല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതനുസരിച്ചിട്ട് ആരെങ്കിലും പുതിയതായിട്ട് ഓഫറിങ് സ്റ്റാർട്ട് ചെയ്തു? വത്സല മാതാജി ഉണ്ട്, ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. രുക്മിണി മാതാജി, വെരി ഗുഡ്. രുക്മിണി മാതാജി പക്ഷേ അതറിയാം, ഒരു പാർട്ട് ടൈം ഓഫറിംഗ് ആണ്, പൂർണ്ണമായിട്ടും. ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. നമുക്ക് കാരണം നമ്മൾ തെറ്റുകൾ ചെയ്തു, തെറ്റാണ് ചെയ്യുന്നത് മനസ്സിലാക്കി. പക്ഷേ സ്റ്റിൽ ഐ അപ്രീഷിയേറ്റ് രുക്മിണി മാതാജി അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ചെയ്യുന്നത്. ഒക്കെ വീട്ടിൽ ചെയ്യുന്ന എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും ഭഗവാൻ നിവേദ്യം അർപ്പിച്ചിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ഗ്രാജുവലി അതിന്റെ ഡെവലപ്മെന്റും ദിസ് ഓൾസോ എ ബേബി സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ബേബി സ്റ്റെപ്പാണ്, ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെച്ചു. ദാറ്റ്സ് വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് മാതാജിയുടെ എഫേർട്ടിനെ. പക്ഷെ അതായിരിക്കരുത് നമ്മുടെ ലിമിറ്റ്. നമ്മളതിനെ അവിടെ ലിമിറ്റ് ചെയ്യരുത്. വി ഹാവ് ടു ഗോ ഫർദർ. നമുക്ക് കൂടുതൽ പോകണം. കാരണം നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? നമ്മൾ കഴിക്കുന്നത് മുഴുവൻ ഭഗവത് പ്രസാദമായി മാറണം എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. വേറെ ആരെങ്കിലും ഓഫറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? രുക്മിണി മാതാജി സ്റ്റാർട്ട് ചെയ്തു, വെരി ഗുഡ്, താങ്ക് യു. ദെൻ വേറെ വത്സല മാതാജി ഇല്ലേ? വത്സല മാതാജി അന്ന് പറഞ്ഞിരുന്നു. വത്സല മാതാജി ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ഹിയർ ടുഡേ. അതോ വത്സല മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. വത്സല എന്ന പേര് കാണുന്നില്ല. ഐ തിങ്ക് മേ ബി ഷീ ഈസ് ഇൻ സം അതർ കണക്ഷൻ. വേറെ ഫൈൻ. വേറെ ആരെങ്കിലും ഓഫറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇന്ന് മുതൽ ഓഫറിംഗ് സ്റ്റാർട്ട് ചെയ്യാമോ? നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തുന്നു. ഐ ആം ഗോയിങ് ടു റെക്ടിഫൈ ഫ്രം ടുഡേ. ഇന്ന് മുതൽ നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റ് കുഴപ്പമില്ല, ഭഗവാൻ ക്ഷമിക്കും നമ്മളോട്. ഭഗവാന് ഇന്ദ്രദേവനാണെങ്കിലും ബ്രഹ്മദേവനാണെങ്കിലും ആ വലിയ തെറ്റ് ചെയ്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് അതിനെ കൊണ്ട് എന്താണ് പ്രഭു പറയുന്നത്? നമുക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? വേറെ ആർക്കും മനസ്സിലായില്ലേ ഞാൻ ചോദിച്ചത്? നമ്മൾ ഇന്ന് വരെ നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ പ്രസാദം മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. സോ പ്രസാദം മാത്രം കഴിക്കുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഭഗവാന് ഓഫറിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ഓഫറിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പം അതേ പറഞ്ഞ ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസ് ഷെൽട്ടർ ഡിവോട്ടീസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അല്ലാതെ ആരെങ്കിലും ഭഗവാന് നിവേദ്യം അർപ്പിക്കാൻ ഇന്നു മുതൽ നിവേദ്യം അർപ്പിക്കാൻ തയ്യാറാണോ? നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവണം. യെസ്, രാഖിൽ പ്രഭു, വെരി ഗുഡ്. രാഖിൽ പ്രഭു നിവേദ്യം അർപ്പിക്കാൻ തയ്യാറാണ്. വെരി ഗുഡ്. ഇനി മുതൽ ഇപ്പൊ നമ്മൾ നിവേദ്യം അർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഫെസിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഇത് ശ്രമിക്കണം. അതായത് 100% പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കണം. നോൺ വെജിറ്റേറിയൻ ഉണ്ടാവാൻ പാടില്ല. അതൊന്ന്. 2, ഇൻക്ലൂഡിങ് അനിയൻ ആൻഡ് ഗാർലിക്, ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ വേണം ഭഗവാന് നിവേദ്യം അർപ്പിക്കാൻ.
സോ അത് വെരി ഗുഡ്. രാഖിൽ പ്രഭുവും ഉഷമാതാജിയോടും അമ്മയോടും ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക. ഡെഫിനറ്റ്ലി വെരി ഗുഡ്. രാഖിൽ പ്രഭുവിന്റെ ആ ഇനീഷ്യേറ്റീവ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അതിനുള്ള ശ്രമം നടത്തുന്നില്ല? നമ്മൾ തെറ്റുകൾ തിരുത്തണം. കാരണം അതല്ലേ നമ്മൾ ഈ കഥകളിൽ നിന്നെല്ലാം പഠിക്കേണ്ടത്. ബ്രഹ്മദേവന്റെയും ഇന്ദ്രദേവന്റെയും ഒക്കെ കഥ നമ്മൾ കാണുമ്പോൾ അവരും തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റുകൾ ക്ഷമിച്ചത് ഭഗവാൻ അവരെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതായത് അതിനാണ് റിപ്പൻഡൻസ് എന്ന് പറയും. അതായത് പശ്ചാത്താപം. രണ്ട് കാര്യങ്ങളുണ്ട്, പ്രായശ്ചിത്തവുമുണ്ട് പശ്ചാത്താപവുമുണ്ട്. ഇതിലേതാണ് നല്ലത്? ആർക്ക് പറയാം? പ്രായശ്ചിത്തം ചെയ്യുന്നതാണോ നല്ലത്, പശ്ചാത്തപിക്കുകയാണോ നല്ലത്? പശ്ചാത്താപം. എന്തുകൊണ്ട്? കാരണം ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്തണം. കറക്റ്റ്. തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല, തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ അത് തിരുത്താത്തതാണ് തെറ്റ്. തിരുത്താത്തത് തെറ്റാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം തെറ്റ് സംഭവിച്ചാൽ ദാറ്റ്സ് ഫൈൻ, ഫർഗീവ് ചെയ്യാം, നമുക്ക് ക്ഷമിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് ആ തെറ്റ് ആവർത്തിച്ചാൽ ദാറ്റ് ഇസ് നോ മോർ എ മിസ്റ്റേക്ക്. പിന്നെന്തായി അത്? ഒരേ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ എന്താകും? അത് ക്രൈമാണ്. പിന്നെ അത് ക്രൈമാണ്. യെസ്, അപരാധമാണ്. സോ ഒരു തവണ ദാറ്റ്സ് ഫൈൻ. അപ്പൊ നമ്മൾ ചെയ്തു, ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യുന്നു, നമ്മൾ ഈ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നു. എന്നാൽ ആ തെറ്റ് തിരുത്താൻ എന്തുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ? ഓക്കെ, ആരെങ്കിലും ഫർദർ പിന്നെ ഓഫറിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടെ? ഓക്കെ, ഐ വിൽ കോൾ ഔട്ട് ദ നെയിംസ്. അമ്പിളി മാതാജിക്ക് വീട്ടിലെല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, ഒരു കുഴപ്പവുമില്ല. അമ്പിളി മാതാജിക്ക് ഓഫറിങ് സ്റ്റാർട്ട് ചെയ്തുകൂടെ? പിന്നെ ആരാണ്? ബേബി മാതാജി ഓൾറെഡി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. മാതാജിക്ക് ഇനിയും ചെറിയ കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് മാതാജിക്ക് ഓഫറിങ് സ്റ്റാർട്ട് ചെയ്തുകൂടെ? എന്തുവാണ് ബേബി മാതാജി? ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രഭു. വെരി ഗുഡ്, സൂപ്പർ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. റിയലി വണ്ടർഫുൾ മാതാജി, താങ്ക് യു സോ മച്ച്. അമ്പിളി മാതാജി എന്താണ് സംസാരിക്കാത്തത്? അമ്പിളി മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം ഓഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, രാവിലത്തെ. അതുകൊണ്ടാ പറഞ്ഞത്. എല്ലാം ഓഫർ ചെയ്യുന്ന സിറ്റുവേഷൻ നോക്കണം. എല്ലാം നമ്മൾ ഓഫർ ചെയ്യുക. ഭഗവാൻ ഓഫർ ചെയ്തിട്ടില്ലേ കഴിക്കുക? നമ്മൾ പഠിക്കുന്നില്ലേ? യജ്ഞശിഷ്ട ശിനശന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭൂഞ്ജതേ ത്വഖം പാപ ഹേ പചന്ത്യാത്മകാരണ. അത് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. പഠിച്ച് എത്ര കേട്ടിട്ടും കാര്യങ്ങൾ അറിഞ്ഞിട്ടും നമുക്കത് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകും. നമ്മൾ വീണ്ടും അതേ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് പാപമാണ് എന്ന് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കും. ബട്ട് സ്റ്റിൽ വി ആർ ഡൂയിങ് ദ സെയിം പാപ, വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം പാപ. അറിഞ്ഞുകൊണ്ട് എന്തിനാ വീണ്ടും പാപം ചെയ്തത്? Yes, there are so many people. I really appreciate രാഖിൽ പ്രഭു അതിന് മുമ്പോട്ട് വന്നതിന് സന്തോഷം. ബാക്കി കുറേ ആൾക്കാരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മുമ്പോട്ട് വരാതെ എല്ലാവരും? ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. വിൽ ഫർദർ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു. ബേബി മാതാജി, രാഖിൽ പ്രഭു, അമ്പിളി മാതാജിയും ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഓഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രാഖിൽ പ്രഭു പുതുതായിട്ട് ഇന്ന് പോലെ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. സോ അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ തിരുത്താനായിട്ടുള്ള ശ്രമം നമുക്കുണ്ടാവണം. സോ അർജുനനും ഇതേ ആശയക്കുഴപ്പത്തിൽ കാണപ്പെട്ടിരുന്നു. ഭക്തന്മാരുടെ അത്തരം ആശയക്കുഴപ്പങ്ങളെല്ലാം അവർക്ക് ഭഗവാനെ കൂടുതൽ അറിയാൻ വേണ്ടി പ്രത്യേക ഉദ്ദേശപ്പെട്ടിട്ടുള്ളവയാകുന്നു. നമുക്കും അത് ബാധകമാണ്. നമ്മളും ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മൾ വരുന്നത് ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാനും ഭഗവാനോട് അടുക്കുകയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ശ്ലോകം 36. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ ഫർദർ? ഈ 2 ശ്ലോകങ്ങളിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ശ്ലോകം 36.
ജ്ഞാതോഹം ഭവതാ ത്വദ്യ ദുർവിജ്ഞേയോ വിദേഹിനാം യന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭിഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദിലെ ശിലപ്രഭുപാദ് കി ജയ്. ഞാൻ ബദ്ധാത്മാവിന് നിഷ്പ്രയാസം ഗ്രാഹ്യൻ അല്ലെങ്കിലും എന്റെ വ്യക്തിത്വം ഭൗതികമല്ലെന്നും പ്രത്യേകിച്ചും 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും അല്ലെന്നും താങ്കൾ മനസ്സിലാക്കിയതിനാൽ താങ്കൾക്ക് ഇന്ന് എന്നെ അറിയാൻ കഴിഞ്ഞു. ഓ, വെരി ബ്യൂട്ടിഫുൾ. ഇന്നലെ നമ്മൾ മാന്നാർ ക്ലാസ്സിൽ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്, ഭഗവാന്റെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യം. ആ ഒരു റിയലൈസേഷൻ ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഞാൻ ബദ്ധാത്മാവിന് നിഷ്പ്രയാസം ഗ്രാഹ്യനല്ലെങ്കിലും, ക്ഷമിക്കണം, സോ നമ്മളെല്ലാവരും ബദ്ധാത്മാവാണ്. ടു സേ സോ, ഈവൻ ബ്രഹ്മാവും ഒരു ബദ്ധാത്മാവ് തന്നെയാണ്. ഹീസ് ഓൾസോ എ ലിവിങ് എൻറ്റിറ്റി. ഹീസ് ഓൾസോ അല്ലെങ്കിൽ entangled in this. There's a lot of difference. We cannot compare. നമ്മളും ബ്രഹ്മദേവനും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ബ്രഹ്മദേവൻ ഒരു ജീവാത്മാവ് തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളും ഭൗതികപരമായ പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. എങ്കിലും അതിന് കൃഷ്ണ ഈസ് ഗിവിംഗ് സം സ്പെഷ്യൽ പ്രിവിലേജസ് ഫോർ ബ്രഹ്മ. അപ്പോ നിഷ്പ്രയാസം ഗ്രാഹ്യനല്ല. അപ്പം സാധാരണ നമുക്കും നമ്മളെല്ലാവരും പോലുള്ള ബദ്ധാത്മാക്കൾക്ക് ഭഗവാൻ അത്ര നിഷ്പ്രയാസം ഗ്രാഹ്യനല്ല. എങ്കിലും ഇവിടെ ബ്രഹ്മാവിന് കൊടുത്ത പ്രിവിലേജിനെ കുറിച്ച് ഭഗവാൻ പറയാണ്, എന്റെ വ്യക്തിത്വം ഭൗതികമല്ലെന്നും. അപ്പം ആ പ്രിവിലേജ് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുക്കാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ആ പ്രിവിലേജ് കിട്ടിയത്? എന്റെ വ്യക്തിത്വം ഭൗതികമല്ലെന്നും പ്രത്യേകിച്ചും 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും. എന്താണത്? 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും എന്തൊക്കെയാണത്? അഷ്ടശക്തി, സൃഷ്ടിയുടെ അഷ്ടശക്തി. എന്തൊക്കെയാണത്? വേറെ ആയാലും പറയട്ടെ, ഗംഗാനാഥ് പ്രഭു അല്ലാതെ വേറെ ആയാലും പറഞ്ഞത്. വാട്ട് ആർ ദേ? പ്രഭു 5 എണ്ണം. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, കേട്ടില്ല, ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. പഞ്ചഭൂതങ്ങള്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ സൂക്ഷ്മമായിട്ടുള്ളത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. വെരി ഗുഡ്, കറക്റ്റ്. താങ്ക് യു ഗീതഗായനി മാതാജി. താങ്ക് യു ഫോർ ജോയിനിങ് ഓൾസോ. ഹരേ കൃഷ്ണ. സോ ഈ 8 ഘടകങ്ങൾ, ഭൂമിർ ആപോ അനലോ വായു ഖം മനോ ബുദ്ധിർ ഏവച അഹങ്കാരമിതീയാത്മാ ഭിന്ന പ്രകൃതി അഷ്ടത. ഈ 8 ഘടകങ്ങൾ കൊണ്ടുള്ളതല്ല, അല്ലെങ്കിൽ ഭഗവാൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പം 5 സ്ഥൂല ഘടകങ്ങളും 3 സൂക്ഷ്മ ഘടകങ്ങളും അല്ലെന്നും താങ്കൾ മനസ്സിലാക്കിയതിനാൽ താങ്കൾക്ക് ഇന്ന് എന്നെ അറിയാൻ കഴിഞ്ഞു. സോ എ പേഴ്സൺ ഹൂ റിയലൈസസ് and understands that Krishna is not part of this material world. അല്ലെങ്കിൽ ഈവൻ അതായത് ഭഗവാൻ ഭൂമിയിൽ ഇവിടെ വന്നപ്പോഴും ഭഗവാൻ നമുക്ക് തോന്നും നമ്മളെപ്പോലെ മനുഷ്യ ശരീരത്തിൽ വന്ന് ആയതുകൊണ്ട് ഭഗവാന്റെയും ശരീരം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി, പല ആൾക്കാരും കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയും ക്ലാസ്സിലും പറഞ്ഞു തോന്നുന്നു. ഭഗവാൻ ശരീരം ഇവിടുത്തെ ലീലകൾ അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് പോയതിനു ശേഷം അർജുനൻ ഭഗവാന്റെ ശരീരം എടുത്ത് കത്തിച്ചു. ഒരു ഹൃദയം കത്തിയില്ല. ആ ഹൃദയമാണ് ജഗന്നാഥ്പുരിയിൽ ഇരിക്കുന്നത്. ആ കഥ, ഭഗവാൻ ഒരു ഭൗതിക ശരീരമേ ഇല്ല. അതാ ഇതിൽ സ്പഷ്ടമായിട്ട് പറയുന്നു, ഹി ഡസൻറ്റ് ഹാവ് എ മെറ്റീരിയൽ ബോഡി. സ്ഥൂല ശരീരങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ശരീരം കത്തിച്ചു എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? സോ ഹി ഡസൻറ്റ് ഹാവ് എ മെറ്റീരിയൽ ബോഡി. അപ്പം ആ റിയലൈസേഷൻ, അല്ലെങ്കിൽ അത് ബ്രഹ്മദേവൻ റിയലൈസ് ചെയ്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇന്ന് എന്നെ അറിയാൻ കഴിഞ്ഞു. സോ ഹെൻസ് he could understand who Krishna is. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ജന്മകർമ്മജമേ ദിവ്യം, അതും ഇതുമായിട്ട് താരതമ്യിക്കുകയാണ്. വെരി ഗുഡ്, കറക്റ്റ്, യെസ്. അല്ല, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലല്ല, അത് എക്സാക്ട്ലി കമ്പാരിസൺ പറ്റത്തില്ല അത് പ്രഭു. കാരണം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. 2 സെയിം ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും 2 എക്സ്ട്രീം.
അവിടെ പറയുന്ന ജന്മ കർമ്മചമേ ദിവ്യം ഏവം വ്യോപ്യത്തെ തത്വം. ഭഗവാൻ എന്താ പറയാ, ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവതാര ലക്ഷ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകളെക്കുറിച്ചും മനസ്സിലാക്കിയവന് പിന്നീട് ജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് ഭഗവാൻ ഭൗതിക ഒരു, അതായത് അഷ്ടധാതുക്കൾ കൊണ്ടുണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ അതിന് ഉപരിയാണ് എന്ന് മനസ്സിലാക്കിയത്. ഞാൻ പറയാം, രണ്ടും പർപ്പസ് സെയിം ആണ്, പക്ഷെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനെ എത്തിക്കുന്നു. കമ്പയർ ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ അതുപോലെ വേറൊരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയില്, ഭഗവത്ഗീതയില്. വാട്ട് ഇസ് ദാറ്റ്? ഹൂ ക്യാൻ റീകളക്ട് ദാറ്റ്? ഏതാണ് ഭൗതികമായ, എന്താണ് ഈ ഭിന്നാപ്രകൃതിയിൽ അഷ്ടത അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഈ ഇപ്പം ഈ ഭൂമിനാഭോ അനലോ വായു കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകമാണ് തോന്നുന്നു. വാട്ട് ഇസ് ദാറ്റ്? ഒരു മിനിറ്റ്, ഏതാണ്? ഓർക്കാൻ സാധിക്കില്ല. ഐ നോ ദാറ്റ് ദെയർ ഇസ് എ ശ്ലോക. ഹരേ കൃഷ്ണ പ്രഭു, ഏതദ്യോനിനി ഭൂതാനിയാണോ? അതേതാണ് ശ്ലോകം? എന്താണ് പറയുന്നത് അതില്? ഉറവിടവും ശക്തികൾ. സൃഷ്ടിയിലെ എല്ലാത്തിന്റെയും രണ്ട് ശക്തികളാണ്. ഏത് സൃഷ്ടിയുടെ എല്ലാത്തിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണെന്നും പറഞ്ഞിട്ട് ഏതദ്യോനിനി ഭൂതാനി സർവാണി. അതല്ല ഉദ്ദേശിച്ചത്. അഹം സർവസ്യ പ്രഭു മറ്റു സർവം പ്രവർത്തതി. അതല്ല പ്രഭു, അതല്ല. അതായത് അതിൽ പറയുന്നത് ഇതാണ്, ഭൗതികം, അതായത് ഈ ശക്തിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഞാന്. അതുപോലെ വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ശക്തി, ഈ ശക്തിയിലെ അതായത് ഭഗവാന്റെ ഈ മെറ്റീരിയൽ ശക്തിയെ മറികടക്കുന്നത് ദുഷ്കരമാണ്. എന്നിൽ ശരണം പ്രാപിച്ചവന് അത് സാധിക്കും. ആദ്യം എന്താണ് നമ്മുടെ പ്രസാദ് പ്രഭു ഇല്ലേ, നമ്മുടെ പിന്നെ ദേവീഹേഷ ഗുണമയാണ് പ്രഭു. ദേവിഹേഷ ഗുണമയി മമമായ ദുരത്യ. യെസ് കറക്റ്റ്. താങ്ക് യു. ദേവിഹേഷ, അതിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടാതെ. ദേവിഹേഷ ഗുണമയി മമമായ ദുരത്യ. സോ അപ്പൊ അതിൽ പറയുന്നത് ഭഗവാന്റെ ഈ ശക്തിയെ മറികടക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ ഭഗവാനിൽ ശരണം അടഞ്ഞവന് അത് എളുപ്പമാണ്. ഇവിടെയും അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാൻ ഇതിൽ ഉപരിയാണെന്ന് മനസ്സിലാക്കിയവന് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രഭു പറഞ്ഞ ശ്ലോകവും നമുക്ക് സെയിം പർപ്പസ് നമുക്ക് സെയിം ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ആരാണ് ഭാവാർത്ഥം വായിക്കുന്നവരാണ്? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം പ്രഭു. വായിച്ചതാണ്. ആത്മീയാസ്തിത്വത്തെ യഥാരൂപത്തിൽ മനസ്സിലാക്കുന്നതിന് ഭൗതികാവിഷ്കാരത്തിന്റെ നിരാകരണം അനിവാര്യമാണെങ്കിലും ആത്യന്തികമായ പരമോന്നത സത്യത്തെ തിരിച്ചറിയാൻ അത് ആവശ്യമില്ല. ഭൗതികാസ്തിത്വം രൂപങ്ങളിൽ സാക്ഷാത്കരിക്കുന്നതിനാൽ ആത്മീയാസ്തിത്വം രൂപരഹിതമായിരിക്കണമെന്ന് വിചാരിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ഭൗതികമായ വിരുദ്ധ സങ്കല്പമാണ്. ആത്മരൂപം ഭൗതിക രൂപമല്ല എന്നതാണ് യഥാർത്ഥ സങ്കല്പം. ബ്രഹ്മാവ് ഭഗവാന്റെ ശാശ്വത രൂപത്തെ അപ്രകാരം വിവേചിച്ചറിയുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭൗതിക ശരീരം ഒരു സാധാരണ മനുഷ്യന്റേതുപോലെ ആയതിൽ അദ്ദേഹം നിന്ദിക്കപ്പെടാറുണ്ട്. ഭഗവാന് തന്റെ അനേകം ആത്മരൂപങ്ങളിൽ ഏതിൽ വേണമെങ്കിലും പ്രത്യക്ഷനാകാം. പക്ഷേ അദ്ദേഹം ഭൗതികമായി രൂപപ്പെട്ടവനല്ല. അദ്ദേഹത്തിന് ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസവുമില്ല. ഈ രീതിയിൽ വേണം ഭഗവാന്റെ ആത്മരൂപത്തെ ഉൾക്കൊള്ളുവാൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. താങ്ക് യു മാതാജി. താങ്ക് യു സോ മച്ച്. വളരെ ക്ലിയർ ആണ് അതിൽ. എനിക്ക് ഇന്നലെ മാന്നാറ് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് ഇവിടെ ശിലപ്രഭുപാദ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസവുമില്ല. ഈ രീതിയിൽ വേണം ഭഗവാന്റെ ആത്മരൂപത്തെ ഉൾക്കൊള്ളുവാൻ. സോ അതായത് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭൗതിക ശരീരം, ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഈ 8 കാര്യങ്ങൾ അടങ്ങിയ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്ന് പറയുന്ന ശരീരവും, ഇതിനല്ലാതെ ഇതിനും ഉപരിയായിട്ട് നമുക്ക് ആത്മാവുമുണ്ട്. ഭഗവാന് ഇതെല്ലാം ഒന്നാണ്. ഭഗവാന് പൂർണ്ണമായിട്ടും ആത്മാവ് തന്നെ, സച്ചിദാനന്ദമായ ആ രൂപമാണ് ഭഗവാനുള്ളത് എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നു. സോ ദർ ഇസ് നോ ഡിഫറൻസ് ഫോർ ഹിം. ഇപ്പോൾ ആ ബ്രഹ്മദേവനെ സംബന്ധിച്ച് ഈ ഭഗവാന്റെ ശാശ്വത രൂപത്തെ അപ്രകാരം വിവേചിച്ചറിയുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. സോ ബ്രഹ്മാവ് അത്
പ്രോപ്പറായിട്ടത് മനസ്സിലാക്കി എന്ന് ഭഗവാനും മനസ്സിലായി. അതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ ആ റിയലൈസേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോഴും നമുക്ക് സംശയം, ഭഗവാൻ എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ ഈവൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. എങ്ങനെ ഭഗവാന്റെ നമ്മൾക്ക് ഇവിടെ, അല്ലെങ്കിൽ ബ്രഹ്മദേവൻ വർണ്ണിച്ച, അല്ലെങ്കിൽ അർജുനന്റെ മുൻപിൽ നിന്ന് ആ കൃഷ്ണൻ മുഴുവൻ ആത്മാവാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഉടലോടെ തന്നെ ഭഗവാൻ ആധ്യാത്മിക ലോകത്തിലേക്ക് പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ്ലി കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ കൺസെപ്ഷൻ സ്റ്റേജിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് കൺസീവ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലേക്ക് ഉയരുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ലിറ്റററി ഓക്കെ, വി ആർ ഹിയറിങ് ഓൾ ദീസ് തിങ്സ്, നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ട്, എന്താ പറയാ, ഒരു പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റിയലൈസ് ചെയ്യുന്നില്ല. വി ആർ സ്റ്റിൽ, നമ്മൾ ആ ഒരു ഡെഫിനറ്റ്ലി വി ആർ ഇൻ ദ പ്രോസസ്സിലാണ്. ലോട്ട് ടു ഗോ. നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രഭു തെറ്റാണെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പ്രഭു. നമ്മൾ പറയുന്നുണ്ടല്ലോ ഭഗവാന്റെ ശരീരം ആത്മീയ ശരീരമാണ്, സച്ചിദാനന്ദ രൂപമാണെന്നൊക്കെ. അപ്പൊ പ്രഭു, ഭഗവാന്റെ ശരീരത്തിലെ ബ്ലഡ്, നാഡി നരമ്പുകൾ ഇതൊക്കെ ഉണ്ടാവും? നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും. പക്ഷെ അതാ പറഞ്ഞപ്പോ നമുക്ക് മതജി ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് എന്താ പറയാ, ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഭൗതികപരമായിട്ടുള്ള ശരീരമല്ല എങ്കിൽ, അതായത് ഇപ്പൊ പറഞ്ഞ ഭൂമിയിൽ ആപോ അന്നലോ വായു ഖം മനോ ബുദ്ധി രേവച എന്ന് പറഞ്ഞ ഈ 8 ധാതുക്കൾ ഇല്ലാത്ത ഒരു ശരീരമാണ് എങ്കിൽ അവിടെ മജ്ജയും മാംസവും ബ്ലഡും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഭഗവാൻ ഇവിടെ വന്നത് ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ, മനുഷ്യന്റെ ശരീരത്തോടു കൂടി തന്നെ അതേ രീതിയിലാണ് ഭഗവാൻ ഇവിടെ വന്നത്. അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാവും ഭഗവാന്റെ ശരീരത്തിലും. പക്ഷെ അത് നമ്മളുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോഴും ആ കൺസീവ് ചെയ്തിട്ടില്ല. നമ്മൾ തിയററ്റിക്കലി നമ്മളിത് കേൾക്കുന്നു, വായിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് സംശയം, ഇപ്പൊ ഈ ഒരു സംശയം വന്നത് തന്നെ എന്തുകൊണ്ടാണ്, നമ്മൾ കംപ്ലീറ്റ്ലി അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മതി മാത്രമല്ല, എല്ലാവർക്കും, ഈവൻ എനിക്കും ആ സംശയമുണ്ട്. അയ്യോ, അങ്ങനെയെങ്കിൽ ഈ മജ്ജയും മാംസവും ബ്ലഡും ഒക്കെയുള്ള വ്യക്തിയാണ് എങ്കിൽ ഭഗവാന്റെ അത് ഭൗതിക ശരീരമല്ലേ എന്ന് തോന്നാം. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതില്ലാതെ ഭഗവാൻ ഇവിടെ വരാനും പറ്റത്തില്ല. ഭഗവാന് പറ്റത്തില്ല എന്നല്ല, പക്ഷെ ഭഗവാൻ കേം ഇൻ ദാറ്റ് ഫോം. അതേ രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ എത്തിയത്. കാരണം അങ്ങനെയാകുമ്പോഴല്ലേ ഭഗവാന്റെ കാലിൽ, പാദത്തില് അമ്പ് കൊണ്ടു അതുവഴി ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ there is a life there, അല്ലെങ്കിൽ അവിടെ വരുന്നു. അപ്പൊ അതുവഴി ബ്ലഡ് വന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ആണ് ഭീഷ്മദേവൻ, അതായത് യോഗികൾ, ജ്ഞാനികൾ പറയുന്ന വേദോച്ചാരണവും ഭക്തന്മാരണിയിക്കുന്ന മാലയ്ക്കും തുല്യമായിരുന്നു ഭീഷ്മദേവൻ അയച്ച അമ്പ് കൊണ്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞത് എന്ന് ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. സോ വി കനോട്ട് സേ ദാറ്റ് there is no blood. ബ്ലഡ് ഉണ്ട് ഭഗവാന്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ. പക്ഷെ ഭൗതികപരമായ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡ് പോലെയുള്ളതല്ലായിരുന്നു. ഭാഗവത്തിൽ നോക്കുകയാണെങ്കിൽ ഋഷഭദേവന്റെ അവതാര സമയത്തുണ്ടായ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പെർസ്പിറേഷൻ, അല്ലെങ്കിൽ വിയർപ്പ് തുള്ളികൾക്കും ഭഗവാൻ വെളിയിൽ വിടുന്ന ഉച്ഛിഷ്ടം മലത്തിന് പോലും സുഗന്ധമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ. നമ്മൾ വെളിയിലേക്ക് വിടുന്ന ഉച്ഛിഷ്ടത്തിനെ കുറിച്ച് നമ്മുടെ വിയർപ്പിന്റെ മണം നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. മണമല്ല, നാറ്റമെന്ന് തന്നെ പറയണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന എല്ലാ ഉച്ഛിഷ്ടങ്ങൾക്കും നാറ്റമാണ്. പക്ഷെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഉച്ഛിഷ്ടങ്ങൾക്ക് സുഗന്ധമാണ്. അപ്പൊ നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്റലിജൻസിനെ അതുകൊണ്ട് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റത്തില്ല, പ്രയാസമാണ്. സോ മദർ ചോദിച്ച ചോദ്യം വളരെ റിലവന്റ് ആണ്. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദാറ്റ് വേ. കാരണം ഭീഷ്മദേവന്റെ ശരം കൊണ്ടപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞു. ആ പൊടിഞ്ഞ ബ്ലഡ് ഭഗവാന് വേദശാസ്ത്രങ്ങൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ശ്ലോകങ്ങൾക്കോ ഭക്തന്മാർ ഭഗവാനെ അണിയിക്കുന്ന മാലയിൽ നിന്നോ വ്യത്യസ്തമല്ലായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്
ടോപ്പിക്. പക്ഷെ നമുക്കത് എങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് വാട്ട് വെരി അത് അത് ആ ഒരു കൺസീവിങ് സ്റ്റേജിലേക്ക് നമ്മൾക്ക് ഉയരണം. നമ്മളിപ്പോഴും മെറ്റീരിയൽ ആയിട്ടുള്ള ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. യെസ്, ഗംഗാനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജു, യുദ്ധസമയത്ത് ഭീഷ്മദേവൻ അയച്ച അമ്പുകൾ കൊണ്ടിട്ട് രക്തം പൊടിയുന്നത്, എന്നിട്ട് ഭീഷ്മദേവൻ എങ്ങനെ മനസ്സിലായത്? അതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് വൈഡൂര്യങ്ങൾ പോലെയാണ് ഭഗവാൻ ഭീഷ്മദേവന് കണ്ടത്. എന്നിട്ട് ആ മഞ്ഞ വസ്ത്രത്തിൽ ചെളി പുരണ്ടിട്ട് അതിൽ വീണിട്ട് വൈഡൂര്യങ്ങൾ തിളങ്ങുന്ന പോലെ, ചെളിയിൽ വൈഡൂര്യങ്ങൾ തിളങ്ങുന്ന പോലെയാണ്. എന്നിട്ട് അത് പൂർണ്ണമായിട്ട് ആവാഹിച്ചെടുത്തു ഭീഷ്മദേവൻ ആ രൂപം. അത് തന്നെ നമ്മുടെ പോയിന്റ്, ബ്ലഡ് പൊടിഞ്ഞു എന്നുള്ളതാണ്. വെരി ഗുഡ്. എന്നിട്ടും അതുകൊണ്ടും സന്തോഷം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രൂപത്തിലും ഭീഷ്മദേവന് സന്തോഷം കൊടുക്കുകയാണ് അവിടെ ഭഗവാൻ ചെയ്യുന്നത്. വിഷ്ണുപ്രിയ കൃഷ്ണ പ്രഭുജി പ്രണാമം. പ്രഭു, ഇവിടെ ഒരു അനന്ത ശേഷ പ്രഭു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ദൈവികമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് വരുന്ന വിയർപ്പിനാവട്ടെ ഒന്നും ഒരു മണം ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ അമരേന്ദ്ര പ്രഭു പറഞ്ഞത് എന്താ വെച്ചാൽ, ഭാനുസ്വാമി മഹാരാജിന്റെ മഹാരാജിന്റെ എത്ര ഇതായാലും മഹാരാജിന്റെ ശരീരത്തിൽ നിന്ന് ഒരു അല്ലാതെ ഒരു മണം പോലും ഉണ്ടാവില്ല. അതെ, കേൾക്കണ്ട പ്രഭു? ഒരു മണം പോലും. അതേപോലെ തന്നെ ഡ്രസ്സിന് പോലും ഒരു വേർപ്പ് മണം ഉണ്ടാവില്ല. എത്ര നേരം മഹാരാജ്. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം അമരേന്ദ്ര പ്രഭുവിന് ഉണ്ടായിരുന്നെങ്കിലും ആരോടും ഈ പ്രഭു ഇത് പറഞ്ഞപ്പോഴാണ് ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കണ്ട പ്രഭു? ഇപ്പൊ കേൾക്കണ്ട? അതായത് ഭാനുസ്വാമി മഹാരാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിക്കുകയാണല്ലോ പ്രഭു. അദ്ദേഹത്തിന് പോലും ഈ ശരിയായിട്ടുള്ള ദൈവിക കർമ്മങ്ങളില് ആ രവയിൽ ജീവിക്കണോണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വേർപ്പിന്റെ മണം ആ ശരീരത്തിൽ നിന്ന് വരില്ല. അത് നമ്മുടെ പ്രത്യക്ഷത്തിൽ പറയണതാണ്. അപ്പൊ പിന്നെ ഭഗവാന്റെ കാര്യം പറയാനില്ലല്ലോ എന്നാണ് ഞാൻ പക്ഷെ നമുക്ക് എന്നിട്ട് നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, അപ്പൊ അമരേന്ദ്ര പ്രഭു പറഞ്ഞപ്പോ വെച്ചാൽ അവരൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഭാനുസ്വാമി മഹാരാജിന്റെ കൂടെ നിൽക്കണവരല്ലേ പ്രഭു? അംഗീകരിച്ചല്ലേ പറ്റൂ. അല്ല, അത് സംശയമില്ല. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഡിഫക്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. വി ആർ നോട്ട് ഏബിൾ ടു കൺസീവ് ഇറ്റ് 100%. ഇപ്പൊ മതി പറഞ്ഞ സെയിം അനുഭവം എനിക്ക് ഗുരു മഹാരാജിന്റെ അടുത്ത് നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗുരു മഹാരാജിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബീൻ സോ ക്ലോസ്, അതായത് ക്ലോസ് സർവീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ കാരണം ഹീസ് ഇൻ ദിസ് പൊസിഷൻ. അറിയാമല്ലോ, ഗുരു മഹാരാജീവൻ യൂറിനേഷൻ, അതുപോലെ ഈ എന്താ പറയാ, അതിനൊക്കെ ഗുരു മഹാരാജ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ, സഹായിച്ചിട്ടുള്ളൂ. അപ്പോൾ നെവർ ഫീൽ ദാറ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതും നമുക്ക് തോന്നത്തില്ല. ഡെഫിനറ്റ്ലി ദേ ആർ ലൈക്ക് എക്സോൾട്ടഡ് ഡിവോട്ടീസിന് അത് റിയലൈസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലുള്ള നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ നമ്മളുടെ ഇന്റലിജൻസ് ഈസ് സോ ക്രൂക്കഡ് അല്ലെങ്കിൽ സോ കൺസർവേറ്റീവ് ദാറ്റ് അത് നമുക്ക് 100% അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഇപ്പോഴും ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് വാട്ട് ഐ വാണ്ട് ടു സ്റ്റേറ്റ്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച് മാതാജി, പറഞ്ഞതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. എനി കമന്റ്സ് അല്ലെങ്കിൽ എനി ക്വസ്റ്റ്യൻസ്? Okay, Hare Krishna. Questions, comments on the line, we will end the session for today. Hare Krishna. Granthara Srimad Bhagavatam ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai, Ananta Kodi Vaishnava Vrinda ki jai, Nitai Gaur Siddhanath Premanande, Hari Hari Bol, Hare Krishna.